മലബാർ മേഖലയിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് ഡിവിഷനിലൂടെ 4 പുതിയ പ്രതിവാര ട്രെയിൻ അനുവദിച്ചു. ഇവയിൽ 3 ഇതിനകം സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 4ാമത്തെ ട്രെയിൻ ഇന്ന് സർവീസ് ആരംഭിക്കുമെന്നും റെയിൽവേ പാലക്കാട് ഡിവിഷൻ അറിയിച്ചു. പുതിയ ട്രെയിനുകളെല്ലാം പാലക്കാട് പൊള്ളാച്ചി വഴിയായിരിക്കും സർവീസ് നടത്തുക. കർണാടകയിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകളാണിവ. ഇതിനു പുറമെ യാത്രക്കാരുടെ സൗകര്യാർത്ഥം 2 പ്രതിദിന ട്രെയിനുകളുടെ സർവീസ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെയും 1 പ്രതിദിന ട്രെയിനിന്റെ സർവീസ് കോഴിക്കോട് നിന്ന് പാലക്കാട് വരെയും നീട്ടിയിട്ടുണ്ട്. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ഈ മാസം പുതിയ മെമു സർവീസും ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരു സെൻട്രൽ രാമേശ്വരം പ്രതിവാര എക്സ്പ്രസ് മാർച്ച് 14 മുതൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 10:50 രാമേശ്വരത്തെത്തും. രാമേശ്വരം മംഗളൂരു പ്രതിവാര എക്സ്പ്രസ് മാർച്ച് 15 മുതൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 3:30 രാമേശ്വരത്ത് നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 6:55 മംഗളൂരുവിലെത്തും. മംഗളൂരു ജംഗ്ഷൻ തിരുനെൽവേലി ജംഗ്ഷൻ പ്രതിവാര എക്സ്പ്രസ് ഇന്ന് മുതൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 7:45 തിരുനെൽവേലിയിലെത്തും. തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് മാർച്ച് 18 മുതൽ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 3:45 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 6:55 മംഗളൂരുവിലെത്തും. മംഗളൂരു സെൻട്രൽ കോഴിക്കോട് ഡെയിലി എക്സ്പ്രസിന്റെ സർവീസ് മാർച്ച് 16 മുതൽ പാലക്കാട് വരെ ദീർഘിപ്പിച്ചു. ബംഗളൂരുവിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂർ വരെയുള്ള പ്രതിദിന എക്സ്പ്രസ് മാർച്ച് 15 മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തും. ഇതേ ട്രെയിനിന്റെ മടക്ക സർവീസ് ഇനി മുതൽ കോഴിക്കോട് നിന്നായിരിക്കും ആരംഭിക്കുക. തുടർന്ന് കണ്ണൂർ മംഗളൂരു വഴി ബംഗളൂരുവിലെത്തും. അതേസമയം ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ പോലും പല റൂട്ടുകളിലും സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഇതിനെല്ലാം പുറമെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് താൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റിംഗ് സിസ്റ്റം അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. തൽക്കാൽ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോഴും തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴും യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ അവസാനമാകും. വേഗത കുറഞ്ഞ ബുക്കിംഗ് സിസ്റ്റം കാരണം പലർക്കും കൺഫേം ടിക്കറ്റുകൾ കിട്ടാറില്ല. അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. യാത്രക്കാരുടെ ബുക്കിംഗ് സംവിധാനം നവീകരിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഇത് ജൂൺ മാസത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. അതോടെ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴി നിലവിൽ മിനിറ്റിൽ 32,000 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥാനത്ത് 1.5 ലക്ഷം ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം നവീകരിക്കുന്നത്. ഇത് ടിക്കറ്റ് ബുക്കിംഗ് ശേഷി 5 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ടിക്കറ്റ് ട്രെയിൻ സംബന്ധമായ അന്വേഷണങ്ങൾക്കുള്ള ശേഷിയും ഇതോടെ കൂടും. നിലവിൽ മിനിറ്റിൽ 4 ലക്ഷം അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ സിസ്റ്റത്തിന് കഴിയും. പുതിയ സംവിധാനം വരുന്നതോടെ ഇത് ഇനിയും വർദ്ധിക്കും. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് ഈ പദ്ധതി പ്രഖ്യാപനം നടത്തിയത്. റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് സെന്ററാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജോലികൾ അവസാന ഘട്ടത്തിലാണെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതിയ PRS സംവിധാനത്തിന് ശേഷി കൂടുന്നതോടെ തിരക്കേറിയ സമയങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വേഗത കുറയുക, സെർവർ ഡൗൺ ആകുക, പേയ്മെന്റ് പരാജയപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. ഇത് കൺഫേം ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.